ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ കൂട്ടുകാരി, വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു. ക്രിസ്തുമസിന് വേണ്ടി, ഈശോയുടെ പിറവി തിരുനാളിന് വേണ്ടി നമ്മളെല്ലാവരും ഏറ്റവും അടുത്ത് പ്രാർത്ഥിച്ച് ഒരുങ്ങുന്ന നാളുകളാണല്ലോ. ഈശോയുടെ ജനനത്തെക്കുറിച്ച് യോഹന്നാൻ ശ്ലീഹ ഏറ്റവും ചുരുക്കത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു വാക്യമാണ് വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു എന്നുള്ളത്. നമ്മളെല്ലാവരും ഈശോയുടെ ജനന തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമുക്ക് ആന്തരികമായി ഉണ്ടാവേണ്ട ഒരു മനോഭാവത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഈ ക്രിസ്തുമസിന്റെ നാളുകളിലെല്ലാം ആ മനോഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. അതായത്, ഈശോ നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചത്, മനുഷ്യനായി വന്ന് അവതരിച്ചത് എന്നും നമ്മുടെ കൂടെ ആയിരിക്കുവാൻ വേണ്ടിയാണ്. അവിടുന്ന് എമ്മാനുവലാണ്. പ്രവാചകനിലൂടെ വെളിപ്പെടുത്തപ്പെട്ട നാമമാണല്ലോ അവൻ ഇമ്മാനുവൽ എന്നറിയപ്പെടുമെന്നുള്ളത്. ദൂതനിലൂടെ അതേ വാക്ക് പരിശുദ്ധ കന്യകാമറിയത്തിനും നൽകപ്പെട്ടു. എമ്മാനുവൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ എന്നുള്ളതാണ്. ഈശോ എപ്പോഴും നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളൊരു മനോഭാവം നമുക്ക് കാത്തു സൂക്ഷിക്കാം. ആ ഒരു ഉറപ്പ് നമുക്ക് കാത്തു സൂക്ഷിക്കാം. അവിടുന്ന് വിശുദ്ധ കുർബാനയിലൂടെ നമ്മോടൊപ്പമുണ്ട്, സഭയിലൂടെ നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ വേദനകളിലും അസ്വസ്ഥതകളിലും ചെറിയ ചെറിയ നൊമ്പരങ്ങളിലുമെല്ലാം ഈശോ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു മനോഭാവം നമുക്ക് കാത്തു സൂക്ഷിക്കാം. അതിനെയാണല്ലോ ആത്മീയ പിതാക്കന്മാർ ദൈവ സാന്നിധ്യ സ്മരണ എന്ന് പറയുന്നത്. ഈ നോമ്പിന്റെ നാളുകളിലെല്ലാം നിരന്തരമായി ഈശോയുടെ ഈ സാന്നിധ്യം അനുഭവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തും ഈശോയുടെ നിരന്തരമായ സാന്നിധ്യം അനുഭവിച്ചും ഈശോയോട് വ്യക്തിപരമായി സംസാരിച്ചും ഉണ്ണിയെ നമ്മുടെ ഉള്ളിലും സ്വീകരിക്കുവാൻ നമുക്കൊരുങ്ങാം. ഏവർക്കും നല്ല ഒരു ഒരുക്കത്തിൻ്റെ നാളുകൾ, ഈശോയുടെ പിറവി തിരുനാളിൻ്റെ നല്ല ഒരുക്കത്തിൻ്റെ നാളുകൾ ആശംസിക്കുന്നു.